വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് செம்பகப்பாறை 86 നമ്പർ അംഗൻവാടിക്ക് പുതിയ கட்டிடம் அமைத்து கொடுக்காத நிலையில் பழைய கட்டிடத்தில் குழந்தைகள் ஆபத்தான முறையில் தான் கல்வி கற்று முன் செல்வது. அதை குறித்த ஒரு சிறப்பு செய்தி தொகுப்பு. வாத்திக்குடி பஞ்சாயத்து செம்பகப்பாறையில் 86 நம்பர் அங்கன்வாடி தான் இடித்து நீக்கம் செய்யப்பட்டு புதிய கட்டிடம் அமைக்காமல் கிடப்பது. இந்த பொருளாதார வருடத்தில் குழந்தைகள் இருந்து படிப்பதற்கு இடமில்லாமல் தான் மெர்ச்சன்ட் அசோசியேஷன் தற்காலிகமாக ஒரு இடம் கொடுத்தது. இதுவும் ஒரு சிறிய அறை மட்டுமே. குழந்தைகளை அங்கு இருத்தி படிப்பதற்கு தேவையான வசதிகள் இல்லாதும் மழை பெய்தால் ஒழுகக்கூடிய நிலையிலும் தான் இந்த അംഗൻവാടി. ഇതുവരെ അംഗൻവാടി പണിയൊന്നും ആയില്ല. ഇവിടെ മർച്ചന്റിന്റെ കെട്ടിടത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അന്നേരം ഇവിടെ നനയുന്നുണ്ട്. മഴ പെയ്താൽ ഭയങ്കരമായിട്ട് നനയും. പിന്നെ ഈർപ്പം ഭയങ്കരമായിട്ടുണ്ട് ഇതിൻ്റെ അകത്തെല്ലാം. സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പം കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടാണ് മഴ പെയ്യുമ്പോഴൊക്കെ. പിന്നെ കുട്ടികൾക്ക് സൗകര്യങ്ങൾ വളരെ കുറവാണ്. അംഗൻവാടിയുടെ പണി എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നാണ്. அங்கன்வாடி கட்டிடம் கட்டுவதற்கு தேவையான பண்டு அனுமதிக்காமல் டெண்டர் நடவடிக்கைகள் ஒன்று முழுமை செய்யாமல் கட்டிடத்தை நீக்கம் செய்தது மிகப்பெரிய துயரமாக தொடர்கிறது. பஞ்சாயத்து மெம்பரின் மெத்தனமே இதற்கு காரணமாக கருதப்படுவது. குழந்தைகளின் துயர வாழ்க்கைக்கு தீர்வு வேண்டும் என்பதுதான் கோரிக்கை. 2023 മാർച്ച് മാസം ആരംഭത്തിൽ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ ചെമ്പകപ്പാറ 5-ാം വാർഡിലെ അംഗനവാടി മറ്റ് യാതൊരു ഫണ്ടുകളും അനുവദിക്കാതെ അല്ലെങ്കിൽ ഒരു വർക്കിൻ്റെ ASO TSO ടെൻഡർ നടപടികളോ ആകാതെ ഈ അംഗനവാടി ഇവിടെ പൊളിച്ചിട്ട് ഇപ്പോൾ 1 വർഷമായി. ഇതുവരെയായിട്ടും ഈ അംഗനവാടി പണിയുന്നതിനുള്ള ക്രമീകരണമോ അല്ലെങ്കിൽ ഒരു ഫണ്ട് എവിടെന്നെങ്കിലും ഏതെങ്കിലും ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ നിന്നോ ഗവൺമെൻറ്റിൽ നിന്നോ ഒരു ഫണ്ടും ഇതുവരെ അന്വേഷിച്ചപ്പം ഇതിന് അനുവദിച്ചതായിട്ട് വിട്ടിട്ടില്ല. ഇത് താമസിക്കാനുള്ള കാരണം പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് മെമ്പറുടെ കുറ്റകരമായ അനാസ്ഥയും അതോടൊപ്പം തന്നെ അറിവില്ലായ്മയും പ്രധാന കാരണമായിട്ട് പറയുന്നു. കാരണം തൊഴിലുറപ്പ് പദ്ധതിപ്പെടുത്തി ഇത് പണിയുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് മെയിൻ്റനൻസ് ലാൻഡിൽ പണിയുമെന്ന് പറഞ്ഞു. മെയിൻ്റനൻസ് ലാൻഡ് എന്ന് പറയുന്നത് ത്രിതല പഞ്ചായത്ത് നിൽക്കുന്ന കെട്ടിടങ്ങൾക്കാണ് മെയിൻ്റനൻസ് ലാൻഡ്, അല്ലാതെ പുതിയ കെട്ടിടങ്ങൾക്ക് പണിയാൻ നിയമമില്ല. അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിപ്പെടുത്തി ഈ പദ്ധതികൾ പണിയണമെന്നുണ്ടെങ്കിൽ അത് ആക്ഷൻ പ്ലാനിൽ പെടുത്തി അതിന് DPC അംഗീകാരം മേടിച്ച് അതിനുശേഷം അതിന് ബ്ലോക്കിൽ കൊടുത്ത് പേപ്പർ റെഡിയാക്കിയാണ് ചെയ്യേണ്ടത്. ഇതുവരെയായിട്ട് ഈ നടപടികൾ ഒന്നും ചെയ്യാതെ ഇവിടെ 10-30ഓളം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ അംഗനവാടി ഇപ്പോൾ മർച്ചൻ്റ് അസോസിയേഷൻ്റെ കാരുണ്യം കൊണ്ട് അവിടെ ഒരു ചെറിയ ബിൽഡിങ്ങിൽ 1 വർഷമായിട്ട് കഴിഞ്ഞ മാർച്ച് ആദ്യം ഇത് പൊളിച്ചു കളഞ്ഞതാണ്. ഇപ്പോൾ ജനുവരി അവസാനം ഇതുവരെയായിട്ടും ഇതിൻ്റെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അടിയന്തരമായിട്ട് ഈ അംഗനവാടി പണിയുകയും ഈ മെമ്പർ ഈ പിഞ്ചു കുഞ്ഞുങ്ങളോട് കാണിച്ച ഈ ക്രൂരതയ്ക്കെതിരെ മറുപടി പറയണമെന്നും ഇത് സംബന്ധിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ കട്ടപ്പന, ന്യൂസ് ബ്യൂറോ ഇടുക്കി.